ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഈ സ്വീറ്റ് കോൺ ഈ സ്നാക്കിന് മസ്റ്റ് ഒന്നും അല്ല. നോമ്പിൻ്റെ മുന്നായിട്ട് ഞാൻ മക്കൾക്ക് സലാഡിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന സ്വീറ്റ് കോണിൽ ബാക്കിയുള്ളത് ഞാൻ എങ്ങനെ ഇനി മക്കളൊന്ന് തിരിച്ചാൽ നോമ്പൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഒന്നും കഴിക്കില്ലല്ലോ. അപ്പം മക്കളെ തിരിച്ചാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കഷ്ണം ബട്ടർ ഇട്ട് ഞാൻ ഈ സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ സ്വീറ്റ് കോണാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും, അത് വെന്തിട്ടു. എന്നിട്ട് അത് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ അതേ ബട്ടറിൽ തന്നെയാണ് ഉള്ളി സോട്ട് ചെയ്യുന്നത്. വേറെ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വീറ്റ് കോൺ ഇല്ലാതെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളിയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ സ്നാക്ക് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ബീഫ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. ചട്ടിപ്പത്തിരി സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പത്തിരി പരത്തിയിട്ട് തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാതെ എളുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ റെസിപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകാണ്, വലിയ പച്ചമുളകും, അതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തുള്ള ഒരു ഇഞ്ചിയും, ഒരു 10 അല്ലിയോളം വരുന്ന വെളുത്തുള്ളിയും കൂടിയാണ് ചതക്കിയത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബീഫാണ്. കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. അത് ഞാൻ മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചി പത്തിരിന്നേ ഉള്ളൂ, ചിക്കനോ ബീഫോ എന്നുള്ളത് നമ്മളെടുത്ത് എന്താ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. അത് ബീഫ് തന്നെ ആവണമെന്ന് മസ്റ്റല്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് മസാലയായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് ആണെങ്കിൽ ബീഫ് മസാല, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരി റെഡിയാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പ് ആയതുകൊണ്ട് 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് നോക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കരുത്. ഒരു മുട്ടയും കൂടെ ഇടാനുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ യൂസ് ചെയ്ത് ഒരു പാൻ കേക്കിൻ്റെ ഒക്കെ ഡോ ഉണ്ടല്ലോ, അതും അല്ലെങ്കിൽ ദോശമാവ് അതിൻ്റെയൊക്കെ പരുവത്തിലാക്കിയിട്ട് എടുക്കുക. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ യൂസ് ചെയ്തൊന്ന് പാകത്തിനാക്കി എടുക്കട്ടോ. ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോയാൽ മുട്ട ചേർക്കുന്ന സമയത്ത് പറ്റേ ലൂസായി പോകും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്തത്. അപ്പോൾ ഞാൻ ലേശം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മാവിലെ കട്ടയൊക്കെ ഉണ്ടല്ലോ, പൊടീൻ്റെ കട്ടയൊക്കെ ഇല്ലാതാക്കി കൊടുക്കുക. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കാം. നമ്മൾ ഏതിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിൽ തന്നെയാണ് ഞാൻ അതിനുള്ള പത്തിരി റെഡിയാക്കുന്നത്. ഇത് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ദോശ പോലെ ആക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്തിട്ട് മൈദ ആയതുകൊണ്ട് അതൊന്ന് മറിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് വെന്തതിന് ശേഷം മാറ്റി കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള പാത്രം മേലെ ഭാഗത്തേക്ക് വരുന്നതിനനുസരിച്ച് വലിപ്പം സൈസ് കൂടി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് സൈഡൊന്ന് റൗണ്ട് ശരിയല്ലാത്ത പോലെയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപോലെയുള്ള പാത്രം, കേക്ക് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ഷേപ്പിന് യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ 5 ദോശ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആ ദോശയിൽ നിന്ന് ആദ്യം ആ പാത്രത്തിൻ്റെ താഴെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ നോമ്പ് തുറൻ്റെ ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 6:15 അതിൻ്റെ ശേഷമാണ്. അപ്പോൾ ഞാൻ ധൃതിയിൽ ചെയ്യണം, പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സമയത്ത് ചെയ്യുമ്പോൾ നല്ല എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ശരിക്കും ഒന്ന് പരത്തി കൊടുത്തോണ്ടിട്ടാണ്. ഇനി സ്വീറ്റ് കോൺ ഇടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കുക. സ്വീറ്റ് കോൺ ഇതിൽ മസ്റ്റ് അല്ലാന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ഞാൻ വെറുതെ ഇട്ട് കൊടുക്കണതാണ്. മക്കൾക്ക് സ്വീറ്റ് കോൺ എങ്ങനെയെങ്കിലും ഒന്ന് തീറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി പറഞ്ഞ സ്വീറ്റ് കോൺ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തത്. ഇതിൽ ഇടണമെന്നേ ഇല്ല, കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ മേലായിട്ട് അടുത്ത ദോശ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാൻ സ്വീറ്റ് കോണും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനത്തെ ലെയർ അതിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് അതിൽ ബാക്കി വന്നിട്ടുള്ള സ്വീറ്റ് കോണാണ് ഞാൻ മേലെ ഇട്ട് കൊടുക്കുന്നത്. ഇറച്ചിൻ്റെ ഫില്ലിങ് മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സ്വീറ്റ് കോണും ഇല്ലെങ്കിൽ ഇതുപോലെ ദോശ മാത്രം വെച്ചാൽ മതി.
ഇനി നമുക്ക് നേരത്തെ ഉള്ള മാവുണ്ടല്ലോ അതിൽ ലേശം ബാക്കിയുണ്ട്, അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ ഒന്ന് ലൂസാക്കി എടുക്കട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഒട്ടൽ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. മുട്ട യൂസ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ സൈഡിലൊക്കെ ഈ മാവ് കലക്കിയെടുത്തിട്ടുള്ള മാവ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഉള്ളിൽ നിന്ന് ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാവ് ഒഴിക്കണത് കേട്ടോ. അപ്പോൾ എൻ്റെ മേലെയുള്ള ദോശ അങ്ങനെ നിൽക്കുന്നത് താഴെ ഭാഗം വീതി കുറവും മേലേക്ക് വീതി കൂടുതലുള്ള പാത്രം ആയതുകൊണ്ടാണ്. ഒരുപോലെ സൈസിൽ വരുന്ന പാത്രത്തിനാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. ഞാൻ ഈ ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റ് എനിക്കിത് വേവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ, ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. ഞാൻ ദോശ നല്ലപോലെ വേവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ മൂടി വെച്ച് വേവിക്കുക. കൂടെ തന്നെ ഞാൻ അതിൻ്റെ താഴെ ഒരു തവ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചട്ടിപ്പത്തിരി റെഡി ആകുമ്പോൾ നമ്മൾ മറിച്ചിട്ടൊന്ന് വേവിക്കണമല്ലോ, അത് ആ തവയിൽ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തവ വെച്ചിട്ടാൽ നമ്മൾ താഴെ കരിയാതെ കിട്ടിക്കോളും. നേരിട്ട് ഫ്ലെയിമിൽ വെക്കുമ്പോൾ താഴെ ഭാഗം വേഗം കരിഞ്ഞാലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ്. ഇനി എല്ലാ ഭാഗവും ഒന്ന് വിടിച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ മറ്റേ ഭാഗം വേവിക്കാൻ വേണ്ടിയിട്ട് കരുതിയിട്ടുള്ളത് വെച്ചാൽ ആ പാത്രത്തേക്ക് ഒന്ന് സമയത്ത് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടില്ല, താഴെ ഭാഗം ഒന്നും കരിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗവും വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പിസ്സ കട്ട് ചെയ്യുന്ന പോലെ 8 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിട്ടിട്ടുള്ള സ്വീറ്റ് കോണൊക്കെ വീഡിയോ ഒക്കെ ഒരു ഭംഗിയായിട്ട് അതിൻ്റെ മേലെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അല്ലാതെ അതിലൊരു ഇൻഗ്രീഡിയൻ്റ് ഒന്നുമല്ല ശരിക്കും സ്വീറ്റ് കോണ്. അപ്പോൾ ഇതിന് ടേസ്റ്റായി സ്വീറ്റ് കോൺ ഇല്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് കുഴച്ചാൽ വരത്തൊന്നും ചെയ്യണ്ടല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുള്ള നല്ലൊരു ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ ഈ റെസിപ്പി വെച്ച് തന്നെ എല്ലാവരും ചെയ്ത് നോക്കട്ടെ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക.